എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ കജദേവയാനിമാരുടെ കഥയാണ് കേട്ടത് അല്ലേ? കജൻ ഉപേക്ഷിച്ചു പോയ ദേവയാനി ആ വിഷമങ്ങളുമായി അങ്ങനെ കഴിയാണ് എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു വച്ചിരുന്നു. അതെന്താണ് എന്ന് നോക്കാം. നഹുഷൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ്, രണ്ടാമത്തെ പുത്രനാണ് യയാതി എന്ന രാജാവ്. യയാതി ഒരിക്കൽ മൃഗയാ വിനോദത്തിന് വേണ്ടിയിട്ട് വനത്തിലെത്തി. അപ്പോൾ വിജനമായ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ, ഉള്ള കരച്ചിൽ കേട്ടു. അപ്പോൾ അദ്ദേഹം പോയി നോക്കി. അപ്പോൾ ആ കിണറിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ കിടന്ന് കരയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പെട്ടത് ഒന്നും അറിയില്ല. അദ്ദേഹം വേഗം അദ്ദേഹത്തിൻ്റെ ഉത്തരീയം എടുത്ത് ഒരറ്റം അവൾക്ക് കൊടുത്തു. മറ്റേ അറ്റത്ത് പിടിച്ച് വലിച്ച് അവളെ മുകളിലേക്ക് കയറ്റി. കയറാറായപ്പോൾ കൈ പിടിച്ച് ഇങ്ങോട്ട് കരയ്ക്ക് കയറ്റി. ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അവൾക്ക് ഉടുക്കാനും കൊടുത്തു. എന്താ വെച്ചാൽ പൂർണ്ണ നഗ്നയായിരുന്നു അവൾ. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ഈ അവസ്ഥയിൽ ഈ കിണറ്റിൽ കിടക്കേണ്ടി വന്നത്? എങ്ങനെയാണ് ഈ കിണറ്റിൽ ഈ അവസ്ഥയിൽ പെട്ടുപോയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഒരു പരപുരുഷനാണ്, അവളാണെങ്കിൽ യൗവനയുക്തയാണ്, പോരെങ്കിൽ നഗ്നയും. അപ്പോൾ ആകെ വിഷമായി, ആകെ ലജ്ജയായി, നാണായി. അവൾ ആ വസ്ത്രമൊക്കെ ഇട്ട് കൊണ്ട് നാണം മറിച്ചിട്ട് പറഞ്ഞു, ഞാൻ അസുരന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യരുടെ പുത്രിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അസുര സമ്രാട്ടായ വൃഷപർവാവിൻ്റെ രാജധാനിക്കടുത്താണ് ഈ ദേവയാനിയും ഈ അച്ഛനായ ശുക്രാചാര്യരും താമസിക്കുന്നത്. അപ്പോൾ ഈ വൃഷപർവാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയും ദേവയാനിയും തമ്മിൽ വലിയ കൂട്ടുകാരികളാണ്. അപ്പോൾ അവർ കാട്ടുചോലയിൽ കുളിക്കാൻ വേണ്ടി പോയതാണ്. അന്നും ഇവൾ കിണറ്റിൽ വീഴുന്ന അന്നും അതുപോലെ ഇവർ ദേവയാനിയും ശർമ്മിഷ്ഠയും കൂടി ഒരുമിച്ച് കാട്ടുചോലയിൽ കുളിക്കാൻ പോയി. അങ്ങനെ ഏകാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമാണല്ലോ കാട്ടിൽ. അന്ന് പണ്ടത്തെ കാലമാണ്. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അവരങ്ങനെ ഫ്രീ ആയിട്ട് കളിച്ചു കുളിച്ച് നിൽക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ അതിവേഗത്തിൽ ഇങ്ങനെ ഓടിപ്പോണത് അവർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഏതോ രാജാവ് മൃഗയ വിനോദത്തിനായിട്ട് വരുന്നുണ്ട്, മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഈ മൃഗങ്ങളെല്ലാം പേടിച്ച് ഇങ്ങനെ നാലുപുറവും ഓടുന്നത് കണ്ടപ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? കുളിയൊക്കെ നിർത്തി, വേഗം കുളിയൊക്കെ നിർത്തി വേഗം കുളിച്ച് കയറി. ആ കയറിയ സമയത്ത് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കണത് ഈ രാജാവ് എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നഗ്നരായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിഷമമല്ലേ, രാജാവല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് രാജാവായാലും അല്ലെങ്കിലും ആരെങ്കിലും കണ്ടാൽ വിഷമാണ് അല്ലേ. അപ്പോൾ അവർ വേഗം ഓടിക്കേറി കരയ്ക്ക്. ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു കാറ്റങ്ങോട്ട് അടിച്ചു. ആ കാറ്റത്ത് ഇവർ കുളി കഴിഞ്ഞ് ഉടുക്കാൻ വേണ്ടി കരയ്ക്ക് വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അങ്ങ് പാറിപ്പോവാൻ തുടങ്ങി. അപ്പോൾ പാറിപ്പോവാൻ തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ വേഗം എടുത്ത് പിടിച്ചിട്ട് കിട്ടിയ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. അപ്പോൾ എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഈ രാജകുമാരിയായ ശർമ്മിഷ്ഠയുടെ രാജകീയ വസ്ത്രങ്ങൾ എടുത്ത് ദേവയാനി അണിഞ്ഞുപോയി. അബദ്ധം പറ്റി. ശർമ്മിഷ്ഠ നോക്കുമ്പോൾ തൻ്റെ വസ്ത്രങ്ങളൊക്കെ ദേവയാനി എടുത്ത് അണിഞ്ഞിരിക്കുന്നു. അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലാക്കാം ആർക്കായാലും, അല്ലെങ്കിൽ പറഞ്ഞാലെങ്കിലും മനസ്സിലാവണം. ധൃതിയുടെ ഇടയിൽ അബദ്ധം പറ്റിയതാണ് എന്ന് നമുക്കായാലും മനസ്സിലാവും അല്ലേ. പക്ഷേ ശർമ്മിഷ്ഠ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ദേവയാനിയോട്.
രാജകുമാരിയുടെ വില കൂടിയ വസ്ത്രങ്ങൾ ഒരു ആചാര്യൻ്റെ മകളായ ദേവയാനി എടുത്ത് ധരിച്ചപ്പോൾ ദേവയാനി അതിന് ദേവയാനിയെ ശർമ്മിഷ്ഠ നല്ലോണം അവഹേളിച്ചു. അച്ഛനെയും മകളെയും നന്നായിട്ട് പരിഹസിച്ചു, അവഹേളിച്ചു. അപ്പോൾ ശർമ്മിഷ്ഠയോട് ദേവയാനി പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിയതാണ്. കാറ്റും പിന്നെ ഒരാൾ മൃഗയെ വേട്ടയാടിക്കൊണ്ട് ഒരാൾ വരുന്നു അറിഞ്ഞതും പിന്നെ കാറ്റ് വന്നതും എല്ലാം കൂടി എനിക്ക് അബദ്ധം പറ്റിയതാണ്, നീ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു. ശർമ്മിഷ്ഠ ക്ഷമിക്കാൻ തയ്യാറായില്ല. ഇവർ തമ്മിൽ പിടിവലിയായി. അങ്ങനെ പിടിവലിയുടെ ഇടയിൽ വസ്ത്രം പിടിച്ചു മേടിക്കാൻ വേണ്ടി ശർമ്മിഷ്ഠ അങ്ങോട്ട് പിടിച്ചു വലിക്കുക. അങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ദേവയാനിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു ശർമ്മിഷ്ഠ. അങ്ങനെ കിടന്ന് ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കിടന്ന് വിളിക്കണ നേരത്താണ് ഈ യയാതി അതിലേ വന്നത്. അപ്പോൾ ഇപ്പം എന്തായി എന്ന് വെച്ചാൽ യയാതി കൈ കൊടുത്തു, വസ്ത്രവും കൊടുത്തു. അപ്പോൾ കയ്യും കൊടുത്ത് വസ്ത്രവും കൊടുത്താൽ ആരായി? പതിയായി എന്നാണ് ഒരു സങ്കല്പം അല്ലേ? അപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ഇപ്പോൾ കയ്യും തന്നു, വസ്ത്രവും തന്നു. ഇപ്പോൾ അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തായി ശരിക്ക് പറഞ്ഞാൽ. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ദേവയാനിക്ക് ആ ആളോടൊരു അനുരാഗവും ഒക്കെ തോന്നുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരാളുടെ മുമ്പിൽ ഇതുപോലെ ഈ ഒരവസ്ഥയിൽ ഒരു പരപുരുഷൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് അത് ഓർക്കുമ്പോൾ ഒരു ലജ്ജയും ഒക്കെ തോന്നി. അപ്പോൾ അവൾക്ക് ആ ആളോട് ഒരു അനുരാഗവും തോന്നി. അപ്പോൾ രാജാവ് പറഞ്ഞു, ബ്രാഹ്മണ കന്യകയായ നിന്നെ ക്ഷത്രിയനായ ഞാൻ വിവാഹം കഴിക്കുന്നത് വിധിപ്രകാരം ശരിയല്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടും ദേവയാനി പിന്നെ നിർബന്ധിച്ചു രാജാവിനെ. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, നിൻ്റെ അച്ഛനായ ശുക്രാചാര്യരോട് നീ സംസാരിക്ക്, അദ്ദേഹം സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടുന്ന് അങ്ങോട്ട് പോയി. രാജാവിൻ്റെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ഈ ശർമ്മിഷ്ഠയോടുള്ള ദേഷ്യം കൊണ്ട് ദേവയാനി അവിടെ ഇരുന്നു. ആ കാട്ടിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുത്തിയിരുന്നു. വീട്ടിൽ ആചാര്യൻ്റെ അടുത്തേക്ക്, അച്ഛൻ്റെ അടുത്തേക്ക് പോവാതെ ഇവിടെ ഈ കാട്ടിൽ കുത്തിയിരുന്നു. ശർമ്മിഷ്ഠയുടെ വഴിക്ക് പോയി വസ്ത്രമൊക്കെ ഉരിഞ്ഞ് മേടിച്ചിട്ട് ഇവളെ പറ്റി ചിന്തിക്കുകയേ ചെയ്തില്ല. അപ്പോൾ ഇവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാമായി ആ കാട്ടിലിരുന്നു. അച്ഛൻ എന്തു ചെയ്തു? ഇവളെ കുളിക്കാൻ പോയ മകളെ കാണാതെ ഒരാളെ സഹായത്തിന് നിൽക്കണ ഒരു സ്ത്രീ ഉണ്ടാവും, അവർക്ക് ധാത്രി എന്നാണ് പറയുക. ധാത്രിയെ പറഞ്ഞയച്ചു മകളെ അന്വേഷിച്ച് എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ധാത്രി വന്ന് വിളിച്ചിട്ടും ദേവയാനി കൂട്ടാക്കിയില്ല, ഈ ആശ്രമത്തിലേക്ക് പോവാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അച്ഛൻ തന്നെ വന്നു ചോദിച്ചു മകളോട്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി പറഞ്ഞു, അച്ഛാ, ശർമ്മിഷ്ഠ അച്ഛനെയും എന്നെയും അപമാനിച്ചു, അവളുടെ അച്ഛൻ്റെ അടിമകളാണ് നമ്മൾ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. എന്നെ ഒരു വസ്ത്രം പോലും ഇല്ലാതെ അവൾ ഈ പൊട്ടക്കിണറ്റിൽ എന്നെ തള്ളിയിട്ടു. അവരുടെ ആശ്രയത്തിൽ കഴിഞ്ഞുകൂടാനായിട്ട് ഞാനിനി അങ്ങോട്ട് വരുന്നേയില്ല എന്നൊക്കെ ഉണ്ടായ സംഭവമൊക്കെ ശുക്രാചാര്യരോട് പറഞ്ഞു. ശുക്രാചാര്യർക്കും അത് കേട്ടപ്പം കുറച്ച് ദേഷ്യം വന്നു. വൃഷപർവാവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മകളുടെ ധിക്കാരം ഇന്ന് നിർത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ വൃഷപർവാവിനെ കാണാൻ പോയി. ശർമ്മിഷ്ഠയുടെ ധിക്കാരം ഇന്ന് നിർത്തണം എന്നൊക്കെ വിചാരിച്ച് വൃഷപർവാവിനോട് പോയി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. രാജാവിനാകെ പേടിയായി. എന്താ വെച്ചാൽ തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും ഒക്കെ രക്ഷകനായ ഈ മുനിയാണ്. മുനിയെ പിണക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ത്യാഗം ചെയ്തിട്ടായാലും ആചാര്യനെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ശപിക്കും മുനിമാർ. രാജാവ് തന്നെ ദേവയാനിയെ കണ്ട്
മകളുടെ തെറ്റിനൊക്കെ മാപ്പപേക്ഷിച്ചു. പക്ഷേ ദേവയാനി കൂട്ടാക്കിയില്ല. ദേവയാനി എന്താ പറഞ്ഞെന്നോ, ശർമ്മിഷ്ഠ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ ദാസിയായിട്ട് കഴിയണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് പറഞ്ഞു. അത് കടുംപിടുത്തം പിടിച്ചു ദേവയാനി. അല്ലാതെ മാപ്പ് തരണ പരിപാടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗത്യന്തരമില്ലാതെ വൃഷപർവാവ് ദേവയാനിയുടെ വ്യവസ്ഥ അംഗീകരിക്കുക ചെയ്തത്. അപ്പോൾ രാജകുമാരിയായ ശർമ്മിഷ്ഠ ദേവയാനിയുടെ തോഴിയായി, അല്ലെങ്കിൽ ദാസിയായി. അവളെ പരിചരിച്ച് അങ്ങനെ കഴിയാറായി ശർമ്മിഷ്ഠയ്ക്ക്. തോന്നിയാസം ചെയ്തതിനുള്ള ശിക്ഷയാണ്, അതും പറയാലോ അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറഞ്ഞു, ഞാൻ അറിയാതെ എടുത്തതാണ് നിൻ്റെ വസ്ത്രം, ആർക്കായാലും പറ്റുന്നതുപോലെയാണ് ദേവയാനിക്കും പറ്റിയത്. പക്ഷേ അത് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. പോരാത്തതിന് വസ്ത്രമില്ലാതെ കിണറ്റി തള്ളിയിട്ടു അല്ലേ. അതൊക്കെ അധിക പ്രസംഗം എന്നേ പറയാൻ പറ്റുള്ളൂ. രാജാവിൻ്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് കിട്ടിയ ശിക്ഷയാണിത്. അങ്ങനെ രാജകുമാരിയായ ഈ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായിട്ട് കഴിഞ്ഞു കൂടേണ്ടി വന്നു. പോരാ, ദാസിയായിട്ട് കഴിഞ്ഞാലും പോരാ, വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരു കാലത്ത് ഒരു ദിവസം ഈ ആശ്രമത്തിൻ്റെ അടുത്ത് ശർമ്മിഷ്ഠയുടെ മടിയിലേക്ക് കാലൊക്കെ എടുത്ത് വെച്ച് ദേവയാനി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് ഈ ആശ്രമത്തിൻ്റെ അടുത്ത കാട് പ്രദേശങ്ങളിലൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഉണ്ട് പണ്ടത്തെ രാജാവ് യയാതി അങ്ങനെ വരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ പെൺകുട്ടികളെ കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേവയാനിക്ക് വേഗം ആളെ മനസ്സിലായി, അന്നത്തെ ആളാണിത് എന്ന് മനസ്സിലായി. അപ്പോൾ ദേവയാനി പറഞ്ഞു, പണ്ട് അങ്ങ് എന്നെ ഒരു കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റി രക്ഷിച്ചു, ആ ദേവയാനിയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇവള് എൻ്റെ ദാസി ശർമ്മിഷ്ഠ എന്ന് പറഞ്ഞു. യയാതി കഴിഞ്ഞ കഥയൊക്കെ ഓർത്തു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അന്ന് അവൾ എന്നോട് വിവാഹാഭ്യർത്ഥന ചെയ്യുകയൊക്കെ ചെയ്തതാണ് എന്നൊക്കെ കുറ്റബോധമായി. അപ്പം അന്ന് ഞാൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ആചാരമര്യാദകളെ ലംഘിക്കാനുള്ള ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇതുവരെ വരാത്തത് എന്ന് പറഞ്ഞു. എന്തൊക്കെ നിയമമാണ് പറഞ്ഞതെന്നറിയോ? പതിതയായ ആൾ, പരപുരുഷന്മാരുടെ ഭാര്യ, അന്യന്മാരുടെ ഭാര്യ, അതുപോലെ സഹോദരി, പുത്രൻ്റെ ഭാര്യ, അതുപോലെ രക്തബന്ധമുള്ളവർ, ഇങ്ങനെയുള്ളവരെ ഒന്നും വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് വിധി. അതുപോലെ ഉന്നത കുലജാതിയിലുള്ള സ്ത്രീയെ നീചജാതിയിൽപ്പെട്ട പുരുഷന്മാർ വിവാഹം ചെയ്തുകൂടാ എന്നും പ്രമാണമുണ്ട്. നീ ഒരു ബ്രാഹ്മണ കന്യക, ഞാനൊരു ക്ഷത്രിയൻ, അപ്പോൾ നമ്മൾ തമ്മിൽ എങ്ങനെ വിവാഹം കഴിക്കും എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ഓരോ ആലോചന കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വരാത്തത് എന്ന് ന്യായം പറഞ്ഞു രാജാവ്. അപ്പോഴേക്ക് ശുക്രാചാര്യരും അവിടെ എത്തി. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ദേവയാനിയും യയാതിയും തമ്മിൽ വിവാഹം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, അത് നിഷിദ്ധമൊന്നുമല്ല എന്ന് പറഞ്ഞു. അന്യോന്യം അനുരാഗബദ്ധരായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരാകുന്നതിന് ഉച്ചനീചത്വമൊന്നും നോക്കണ്ട, അതൊന്നും ബാധകമല്ല എന്നാണ് ആചാര്യൻ പറഞ്ഞത്. ഇതിപ്പോൾ അന്യോന്യം അനുരാഗം ഉണ്ടോ എന്നറിയില്ല. ഏതായാലും യയാതിക്ക് അവളോട് അങ്ങോട്ട് അനുരാഗം ഉണ്ടോ എന്നുള്ളത് ഒരു ഇത്തിരി സംശയത്തിലാണ് അല്ലേ. ദേവയാനിക്ക് യയാതിയോട് അനുരാഗം തുടങ്ങി. പക്ഷേ ഇത് വൺ വേ ആണ് എന്നാണ് എൻ്റെ ഒരു ഊഹം അല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വൺ വേ അല്ലേ? യയാതിക്ക് അനുരാഗം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ അവൾ പറഞ്ഞ നിമിഷത്തിൽ തന്നെ അവളെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ അച്ഛനോട് ചോദിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഇപ്പോൾ കണ്ടപ്പോഴും 100 ന്യായങ്ങൾ പറയണം. അതുകൊണ്ടത് വൺ വേ ആണെന്ന് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ യയാതിയും ദേവയാനിയും തമ്മിലുള്ള വിവാഹം നടന്നു. യയാതി ദേവയാനിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി. കൂടെ ശർമ്മിഷ്ഠയ്ക്കും പോകേണ്ടി വന്നു ഇല്ലേ. ശർമ്മിഷ്ഠ അവളുടെ ദാസിയാണ്, പോവാണ്ട പറ്റില്ല. അപ്പോൾ ശുക്രാചാര്യർ രാജാവിനോട് പറഞ്ഞു, ദേവയാനിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്, അതുപോലെ
അവളുടെ ദാസിയായിട്ടുള്ള ശർമ്മിഷ്ഠയായിട്ട് ഒരിക്കലും ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠയായിട്ട് നീ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും എന്നാണ് പറഞ്ഞത്. ദേവയാനി യയാതിയോട് ശുക്രാചാര്യർ കർശനമായിട്ട് പറഞ്ഞു ഓർമ്മിക്കണം, അല്ലെങ്കിൽ ഞാൻ ശപിക്കും, അത് ഓർമ്മയുണ്ടായിക്കോട്ടെ എന്ന്. അങ്ങനെ ദേവയാനി കൊട്ടാരത്തിലെത്തി വലിയ പട്ടമഹിഷിയായിട്ട് സുഖസൗകര്യങ്ങളൊക്കെ ആയിട്ട് കഴിയാണ്. ശർമ്മിഷ്ഠയെ പ്രത്യേക ഒരിടത്ത് താമസിപ്പിച്ചു, വേറൊരു ഗൃഹത്തിൽ. അപ്പോൾ അവൾ രാജാവിൻ്റെ മുമ്പിൽ പോലും അറിയാതെ പോലും ഒന്ന് മുമ്പിൽ ചെല്ലാൻ പാടില്ല, പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ ഒക്കെ ദേവയാനി ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാലം കഴിഞ്ഞു. ദേവയാനിക്ക് 2 കുട്ടികളുണ്ടായി, ആൺകുട്ടികൾ. മൂത്ത ആളുടെ പേര് യദു, രണ്ടാമത്തെ ആളുടെ പേര് തുർവസു എന്നും 2 പുത്രന്മാരുണ്ടായി. അങ്ങനെ ആ യദുവിൻ്റെ വംശപരമ്പരയാണ് യാദവ വംശം. കാലം കുറേ കഴിഞ്ഞു. ശർമ്മിഷ്ഠയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നാണ് ദേവയാനിയുടെ വ്യവസ്ഥ, അല്ലേ? അത് തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഈ യൗവന സഹജമായിട്ടുള്ള ആ ഒരു മോഹങ്ങളൊക്കെ കടിച്ചമർത്തി അങ്ങനെ കഴിയാണ് ശർമ്മിഷ്ഠ. എന്താ ചെയ്യുക? ആ ചെയ്തതിനുള്ള ശിക്ഷ കുറച്ച് കടുത്തു പോയി എന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നീണ്ടിരുണ്ട് ഉള്ള ആ മുടിയൊക്കെ അങ്ങനെ അഴിച്ച്, നിലത്ത് മുട്ടണ മുടിയൊക്കെ അങ്ങനെ അഴിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ മുടിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ അബദ്ധത്തിൽ യയാതി ഇവളെ കണ്ടു. അയാൾക്ക് യയാതിക്ക് ഈ സൗന്ദര്യധാമാണ് ശർമ്മിഷ്ഠ, രാജകുമാരിയല്ലേ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അയാൾ ഈ ശർമ്മിഷ്ഠയിൽ ആകൃഷ്ടനായി. അപ്പോൾ സ്വയം മറന്ന് അങ്ങനെ നിന്നു. അപ്പോൾ ശർമ്മിഷ്ഠയും കണ്ടു ഇയാളിങ്ങനെ നോക്കി നിൽക്കണത്. അപ്പോൾ ശർമ്മിഷ്ഠ വിചാരിച്ചു, താൻ അങ്ങനെ കുറേ കാലമായി മോഹിച്ചുകൊണ്ട് നടക്കണ ഒരു കാര്യം സന്തോഷമായി സാധിക്കും എന്നൊരു മോഹം തോന്നി. അപ്പം ശർമ്മിഷ്ഠ യയാതിയോട് സന്തോഷമായിട്ട് ചിരിച്ചു, സംസാരിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശർമ്മിഷ്ഠ പറഞ്ഞു, അങ്ങയുടെ അഭിലാഷവും ദുഃഖവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിനോദത്തിലും ജീവൻ അപകടത്തിലാവുമ്പോഴും അതുപോലെ ധനനാശത്തിലും ദുര്യോഗങ്ങളിലും അതുപോലെ സ്ത്രീ വിഷയത്തിലും അസത്യം പാപമല്ല എന്നാണ് ശർമ്മിഷ്ഠ പറയണത്. അതുകൊണ്ട് അങ്ങ് എന്നോടും ഞാനുമായിട്ട് ബന്ധപ്പെടാനൊന്നും ഒട്ടും ഭയപ്പെടണ്ട എന്ന് ശർമ്മിഷ്ഠ പറഞ്ഞു. അപ്പോൾ യയാതിക്കും, അപ്പോൾ അവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുരാഗം. യയാതിക്ക് സത്യം പറഞ്ഞാൽ ദേവയാനിയോട് അനുരാഗമല്ല, അത് വിവാഹം കഴിക്കേണ്ടി വന്നതാണ്. അന്നും അനുരാഗം ശർമ്മിഷ്ഠയോടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. അന്ന് 2 പേരെയും കൂടി കണ്ടപ്പോഴും അനുരാഗം തോന്നിയത് ശർമ്മിഷ്ഠയോടാണ് എന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പോഴും അവളോട് അനുരാഗം യയാതിക്ക് തോന്നി, യയാതിയോട് ശർമ്മിഷ്ഠയ്ക്കും തോന്നി. അങ്ങനെ യയാതിയും അതുപോലെ ശർമ്മിഷ്ഠയും തമ്മിൽ ബന്ധപ്പെട്ടു, പുത്രനും ഉണ്ടായി. അങ്ങനെ അതൊന്നും ദേവയാനി അറിയുന്നില്ല. ഒരു ദിവസം ദേവയാനി ഈ കുട്ടിയെ കണ്ടു. അപ്പോൾ അതാരാണ് എന്ന് ശർമ്മിഷ്ഠയോട് അന്വേഷിച്ചു. അപ്പോൾ ശർമ്മിഷ്ഠ നുണ പറഞ്ഞു. ഒരു ദിവസേ ഞാനൊരു ഗന്ധർവനെ സ്വപ്നം കണ്ടു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു കുട്ടിയുണ്ടായി. ആ ഗന്ധർവനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ട അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ മകനുണ്ടായത്. അച്ഛൻ ആരാന്ന് പറയാൻ പറ്റാത്ത ഒരു കുട്ടിയല്ലേ, അപ്പം ഞാൻ ആരും അറിയാതെ അവനെ വളർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു. ദേവയാനി അതങ്ങോട്ട് വിശ്വസിച്ചു. സഹതാപം തോന്നി ശർമ്മിഷ്ഠയോട്. പിന്നെ വീണ്ടും 2 മക്കളും കൂടി ഉണ്ടായി ശർമ്മിഷ്ഠയ്ക്ക്. ദേവയാനി 2 പ്രസവിച്ചപ്പോൾ ശർമ്മിഷ്ഠ 3 പ്രസവിച്ചു. അതാണ് ഉണ്ടായത്. ശർമ്മിഷ്ഠയ്ക്ക് 2 പുത്രന്മാരും കൂടി ഉണ്ടായി. അപ്പോൾ
അപ്പോഴേക്ക് യയാതിയും ശർമ്മിഷ്ഠയും ഒക്കെ തമ്മിലുള്ള രഹസ്യബന്ധമൊക്കെ ദേവയാനിക്ക് മനസ്സിലായി. ഒരു ദിവസം യയാതിയൊത്ത് ദേവയാനി ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഉദ്യാനത്തിൽ പോയി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദേവയാനി ശർമ്മിഷ്ഠയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. പുറകെ യയാതിയും ചെന്നു. അപ്പോൾ അവിടെ 3 കുട്ടികളുണ്ട്. ആ കുട്ടികളോട് ദേവയാനി ചോദിച്ചു, എവിടെ നിങ്ങളുടെ അച്ഛൻ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനിയുടെ പുറകിൽ കയറി വന്ന യയാതിയെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇതാ ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ എന്തറിയാം, അവർ സത്യം പറഞ്ഞു. അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നു. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി നിങ്ങൾ തമ്മിൽ എന്താ എന്ന് വെച്ചാൽ ആയിക്കോളൂ, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ, ഞാനിതാ പോവാണ് എന്ന് പറഞ്ഞു. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. യയാതി അവളുടെ പിന്നാലെ പോയി മാപ്പൊക്കെ ചോദിച്ചു. പക്ഷെ അവൾ കൂട്ടാക്കിയില്ല. ഇവരെ അറിഞ്ഞിട്ട് യയാതിയെ ശപിച്ചു ശുക്രാചാര്യർ. ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയിൽ തൃപ്തനാവാതെ പരസ്ത്രീയെ പ്രാപിച്ച നിനക്ക് നിൻ്റെ യൗവനം നശിച്ച് നീ വൃദ്ധനാവട്ടെ എന്ന് അങ്ങോട്ട് ശപിച്ചു. യയാതി ശാപമോക്ഷം തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ഞാൻ നിരപരാധിയാണ്, എന്നെ കാമിച്ച സ്ത്രീയെ ഞാൻ പരിഗ്രഹിച്ചു, അതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങോട്ട് കാമം ഉണ്ടായില്ല എന്നാണെങ്കിൽ പരിഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ചോദ്യം. അങ്ങോട്ടും കാമം ഉണ്ടെന്നാണെങ്കിലല്ലേ പരിഗ്രഹിക്കേണ്ടോ, ഇങ്ങോട്ട് പറയുമ്പോഴത്തേനും കയറി പരിഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയാണ് പക്ഷെ സംഭവം. എന്നെ യയാതി ആചാര്യനോട് പറയുകയാണ്, എന്നെ കാമിച്ച ആളെ ഞാൻ പരിഗ്രഹിച്ചു, അത് പാപമല്ല എന്ന്. പോരെങ്കിൽ അങ്ങയുടെ മകൾക്ക് എന്നെ കുറ്റപ്പെടുത്താനുള്ള ധാർമ്മിക അവകാശമൊന്നുമില്ല. അവൾ കജൻ്റെ ഇഷ്ടകാമുകിയായിരുന്നില്ലേ? കാമുകൻ പരിത്യജിച്ചു പോയ അവളെ ഞാൻ പട്ടമഹിഷിയായി വാഴിച്ചില്ലേ? അതാണോ ഞാൻ ചെയ്ത അപരാധം എന്നാണ് യയാതി ചോദിക്കുന്നത്. കജൻ ഉപേക്ഷിച്ച് പോയി വിഷമിച്ച് കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ നടന്ന് ആ വിഷമമൊക്കെ ഏകദേശം മറന്നൊക്കെ തുടങ്ങിയ സമയത്താണ് കിണറ്റിപ്പെട്ടത് ദേവയാനി. അതാണ് യയാതി പറയുന്നത്, കജൻ്റെ ഇഷ്ടകാമുകിയായിരുന്നില്ലേ എന്ന്. അവളെ ഞാൻ പട്ടമഹിഷിയാക്കിയില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുനിയുടെ കോപമൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ മുനി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ പുത്രന്മാരിൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യം ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ അവരുടെ യൗവനം മേടിച്ചിട്ട് ഈ വാർദ്ധക്യം അങ്ങോട്ട് കൊടുത്തോളൂ. അപ്പോൾ രാജാവിന് വീണ്ടും യൗവനം കിട്ടും എന്ന് പറഞ്ഞു. വൃദ്ധനായി മാറി യയാതി ആ ഒരു നിമിഷം കൊണ്ട്. ശർമ്മിഷ്ഠ അപ്പോഴും യയാതിയെ നന്നായിട്ട് പരിചരിച്ചു. യയാതി എന്ത് ചെയ്തു? മൂത്ത 4 പുത്രന്മാരെയും വിളിച്ചു. എൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് നിങ്ങളുടെ യൗവനം ഇങ്ങോട്ട് തിരിച്ചു തരും, നിങ്ങളുടെ യൗവനം എനിക്ക് തരുമോ എന്ന് ഒരു നാണവും ഇല്ലാണ്ട് ചോദിച്ചു. ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യുമോ? അവൻ്റെ യൗവനം ഇങ്ങോട്ട് കിട്ടിയിട്ട് അവൻ വയസ്സനായി നടന്നോട്ടെ എന്ന് അച്ഛനാ തോന്നുക? പക്ഷേ യയാതിക്ക് അങ്ങനെയും തോന്നി. എന്നുവെച്ചാൽ യൗവന സുഖങ്ങൾ അനുഭവിച്ച് മതിയായില്ല, അതാണ്. അങ്ങനെ 4 മക്കളോടും മൂത്ത 4 മക്കളും പറ്റില്ല എന്ന് പറഞ്ഞു. അവരെയൊക്കെ ശപിക്കുകയും ചെയ്തു യയാതി. അത് ആ മോഹഭംഗം വന്നപ്പോൾ ദേഷ്യം വന്നാൽ എന്തു ആവാം എന്നാണ് പണ്ടും അതെ ഇന്നും അതെ. അപ്പോൾ ഇളയ പുത്രനായ പൂരു, ശർമ്മിഷ്ഠയുടെ മകനാണ് പൂരുവിനോടും ചോദിച്ചു. ശർമ്മിഷ്ഠ പൂരുവിനോട് ചോദിച്ചു. ശർമ്മിഷ്ഠയാണ് ചോദിച്ചത്. അപ്പോഴും ഈ മോഹങ്ങൾ ശർമ്മിഷ്ഠയ്ക്കും ബാക്കിയാണെന്ന് മാത്രം. അപ്പം ശർമ്മിഷ്ഠയാണ് ഇളയപുത്രനായിട്ട് ഉള്ള പൂരുവിനോട് ചോദിച്ചത്. അപ്പം അച്ഛനോട് സ്നേഹമില്ലാത്ത മൂത്ത 4 പുത്രന്മാരുണ്ടല്ലോ, അവരെക്കുറിച്ചൊക്കെ സങ്കടമായി. അച്ഛനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എന്നാണ് ശർമ്മിഷ്ഠ പറയണത്. അപ്പോൾ പൂരു പറഞ്ഞു, അച്ഛന് വേണ്ടി ത്യാഗം ചെയ്യാൻ എനിക്കൊരു വിഷമവും ഇല്ല. അതുകൊണ്ട് അച്ഛൻ എൻ്റെ
യൗവനം സ്വീകരിച്ചിട്ട് അച്ഛൻ്റെ വാർദ്ധക്യം എനിക്ക് തന്നോട്ടെ, എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ശർമ്മിഷ്ഠയ്ക്ക് വലിയ സന്തോഷമായി. മാറോട് ചേർത്ത് മകനെ അനുഗ്രഹിച്ചു. പോരു അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ വാർദ്ധക്യം എനിക്ക് തന്നോളൂ, എനിക്ക് എൻ്റെ യൗവനം അച്ഛനെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ യൗവനം കൊടുത്ത് വാർദ്ധക്യം സ്വീകരിച്ചു. പൂരു ആ യൗവനവും കൊണ്ട് യയാതി ഒരുപാട് കാലം സുഖഭോഗങ്ങൾ കാമം അനുഭവിച്ച് എല്ലാ കാമവും അനുഭവിച്ചു, ഒരു മതിയാവോളം അനുഭവിച്ചു എന്നാണ്. അപ്പോൾ അവസാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ വിരക്തി വന്നു. ആ സമയത്ത് പൂരുവിനോട് പറഞ്ഞു, യൗവനം തിരിച്ചെടുത്തോളൂ, എൻ്റെ വാർദ്ധക്യം ഞാനിങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പൂരുവിനോട് മേടിച്ച യൗവനം മകന് തന്നെ തിരിച്ചു കൊടുത്തു, വാർദ്ധക്യം സ്വീകരിച്ചു. യയാതിക്ക് ശേഷം ഈ പൂരുവാണ് സിംഹാസനാരോഹണം നടത്തിയത് എന്നാണ് പറയണത്. ആ മകന് മാത്രമേ രാജ അധികാരം കൊടുത്തുള്ളൂ, മറ്റുള്ള മക്കൾക്കൊന്നും രാജാധികാരം കൊടുത്തില്ല. അതാണ് യദുവംശത്തിൽ പിറന്ന കൃഷ്ണൻ രാജാവായി ഇരുന്നില്ല. ഇത് ഈ യാദവ വംശത്തിന് ഈ യയാതി ശപിച്ചതാണ് കാരണം, രാജസ്ഥാനം കിട്ടാതിരിക്കാൻ കാരണം. അത് ഉഗ്രസേനനെയാണല്ലോ, കംസൻ്റെ അച്ഛനായ ഉഗ്രസേനനെയാണ് മധുരയിൽ രാജാവാക്കിയത് കൃഷ്ണൻ, അല്ലേ? രാജസ്ഥാനം അവകാശമില്ല അതുകൊണ്ട്. പിന്നെ അങ്ങനെ ചന്ദ്രവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു പൂരു. പൂരുവിൻ്റെ വംശപരമ്പരയാണ് പൂരുവംശം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് യയാതിയുടെയും ദേവയാനിയുടെയും കഥ. വേറൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.